ഡിസംബർ 13-14 തീയതികളിൽ നടക്കുന്ന 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിന്റെ മുന്നോടിയായി ജലോത്സവ സംഘാടക സമിതി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിലെ അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും 50ഓളം വിദ്യാർത്ഥികൾ പെൻസിൽ ഡ്രോയിങ്, ജലച്ചായം തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഡിസംബർ 13-14 തീയതികളിൽ നടക്കുന്ന 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിന്റെ മുന്നോടിയായി ജലോത്സവ സംഘാടക സമിതി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിലെ അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നും 50ഓളം വിദ്യാർത്ഥികൾ പെൻസിൽ ഡ്രോയിങ്, ജലച്ചായം തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സാക്ഷ്യപത്രവും നൽകി. 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായി കായംകുളം ജലോത്സവം ഡിസംബർ 13-14 തീയതികളിൽ നടക്കപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായി കൾച്ചറൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കായംകുളം മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ് എന്നീ 2 വിഭാഗങ്ങളിലായുള്ള ഏതാണ്ട് 50ഓളം കുഞ്ഞുങ്ങൾ ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജലോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 13-ന് കൾച്ചറൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുതൽ ആരംഭിക്കുന്ന വിവിധ കലാപരിപാടികൾ, നാടൻ പാട്ടുകൾ, ഇല്ലം മെഗാ ബാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്യൂഷൻ എന്നിവയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂർവാധികം ഭംഗിയായി വള്ളംകളി, അതിനോടനുബന്ധിച്ച കൾച്ചറൽ പരിപാടികളും വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നടക്കുന്ന പെൻസിൽ ഡ്രോയിങ്, കളറിംഗ് മത്സരങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി ഏകദേശം 50ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ആ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് 14-ാം തീയതി നടക്കുന്ന വള്ളംകളിയുടെ സമാപന സമ്മേളനത്തിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിക്കുന്നതാണ്. അപ്പർ പ്രൈമറി വിഭാഗം പെൻസിൽ ഡ്രോയിങ്ങിൽ 1ാം സ്ഥാനം ലഭിച്ചത് മണ്ണാർശാല അപ്പർ പ്രൈമറി സ്കൂളിലെ അബിൻ സുരേഷ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് കറ്റാനം CMS ഹൈസ്കൂളിലെ തീർത്ഥ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് കായംകുളം MSM HSSലെ അദ്നാൻ മുഹമ്മദ് എന്നിവരാണ്. ജലച്ചായ മത്സരത്തിൽ അപ്പർ പ്രൈമറി വിഭാഗത്തിൽ കായംകുളം ബിഷപ്പൂർ സ്കൂളിലെ അഭിനവ് കൃഷ്ണയ്ക്കാണ് 1ാം സ്ഥാനം. ഈ ഇനത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊപ്പാറേത്ത് ഹൈസ്കൂളിലെ വൈഗ സന്ദീപും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താമരക്കുളം VVHSSലെ ഋഷികേശും 1ാം സ്ഥാനം നേടി. 13-ന് വിജയികൾക്ക് കായൽ തീരത്ത് നടക്കുന്ന കലാസന്ധ്യാ വേദിയിൽ വെച്ച് സമ്മാന വിതരണം നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി, കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ്, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ രാധാകൃഷ്ണൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസാന ഹബീബ്, നഗരസഭാ കൌൺസിലർമാർ, കലോത്സവ കൾച്ചറൽ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. CDN ന്യൂസ് കായംകുളം.